പെട്രോൾ പ്രൈസ് ഇന്ത്യ മഹാരാജ്യത്ത് എന്തായാലും കൂടുതലാണ്. കെ സുരേന്ദ്രന്റെ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ 50 രൂപയ്ക്ക് അതൊക്കെ അങ്ങ് മറന്നേക്ക്. എന്നാലും എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൂടുതലാണ്. ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബ്ലോഗ് അത് ഒരുപാട് പേർ ചർച്ചയ്ക്കെടുത്തു. അപ്പം ഞാനും അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പേര് പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് പേര് ആ പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഗുജറാത്തിലെ പെട്രോൾ പ്രൈസോട് വെച്ചിട്ടാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഗുജറാത്തിലെ 1 ലിറ്റർ പെട്രോളിന്റെ പ്രൈസാ 102 രൂപ. നമ്മുടെ കേരളത്തിലോ 115 രൂപ. ഗുജറാത്തിനേക്കാൾ 13 രൂപയാണ് ഒരു ഉളുപ്പുമില്ലാതെ കേരള സർക്കാർ ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത്. ഇദ്ദേഹം ഈ വീഡിയോ ചെയ്യാൻ ഉദാഹരണമായി എടുത്തത് ഗുജറാത്താണ്. അതിനെക്കാട്ടി നല്ലത് പുതുച്ചേരിയോ വേറെ ഏതെങ്കിലും ഒരു കേന്ദ്രഭരണ പ്രദേശം എടുത്താൽ മതിയായിരുന്നു. അവിടെ ഇതിലും കുറവാണ്. അത് ശരിക്കും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ചൂസ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആ റെഡിൽ കാണിച്ചിരിക്കുന്നതെല്ലാം കൂടിയ പെട്രോൾ പ്രൈസ് ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഇതൊരു ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു ചാർട്ടാണ്. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ റെഡ് മാത്രം നോക്കിയാൽ മതി. അതിൽ മഹാരാഷ്ട്രയും രാജസ്ഥാനിലും കേരളത്തിന്റെ അതേ പ്രൈസ് തന്നെയാണ്. അതെങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഓക്കെ, ഈ പെട്രോളിന് ഒരു ബേസ് പ്രൈസ് ഉണ്ട്, പിന്നെ സെൻട്രൽ എക്സൈസ് ഉണ്ട്, പിന്നെ സംസ്ഥാന സർക്കാരിന്റെ വാറ്റ് ഉണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ് ആകെ ഈ ഒരു സമ്മിലേക്ക് എത്തുന്നത്. ശരിക്കും ഇദ്ദേഹം ആ ഗുജറാത്തിനെ വെച്ച് താരതമ്യം ചെയ്ത് ഇവിടെ കേരളം മാത്രമാണ് ഇത്രയധികം വാറ്റ് അല്ലെങ്കിൽ നികുതി ഈടാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അദ്ദേഹം ഉദാഹരണമായി മധ്യപ്രദേശിനെയോ രാജസ്ഥാനെയോ ഉയർത്തി കാണിച്ചില്ല. ഇത് ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി മാത്രം. ഇത് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി പെട്രോൾ പ്രൈസ് ഇൻ അതർ സ്റ്റേറ്റ്. ഈവൻ നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് കുറവും തിരുവനന്തപുരത്ത് അത് കൂടുതലുമാണ്.